ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1838. ഇന്ന് ജനുവരി മാസം 11-ാം തീയതി. യേശു പറഞ്ഞൊരു കഥയില് ദാസന്മാർ വീട്ടുടമയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? പിന്നെ കള എവിടെ നിന്നാണ് വന്നത്? വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 27-ാമത്തെ തിരുവചനമാണ്. കള വളരുന്നതുപോലെ വിളകൾ വളരില്ല എന്ന് നമ്മൾ എന്നാ മനസ്സിലാക്കുക? കളകളൊക്കെ സ്വാഭാവികമായി നമ്മൾ പോലും അറിയാതെ വളരുന്നുണ്ടാവും. ഒരു ശീലവും ഒരു രാത്രി കൊണ്ട് വന്നതല്ല, അതുകൊണ്ട് തന്നെ ഒരു രാത്രി കൊണ്ട് മാറത്തുമില്ല. സമയമേറെ വേണം, ശ്രമമേറെ വേണം. അങ്ങനെ സമയവും ശ്രമവും നൽകിയാൽ മാറാത്തതായ ഒരു ശീലവുമില്ല. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നല്ല. ചൊട്ടയിലെ ശീലം സ്വയം മാറ്റാൻ തീരുമാനിക്കുന്നത് വരെ എന്ന് തിരുത്തണം. അങ്ങനെ നല്ല ശീലങ്ങൾ തനിയെ വളർത്തിയെടുക്കണം. കള വളരുന്നത് പോലെ വിളകൾ വളരില്ല എന്ന് തിരിച്ചറിയണം. ഒരു നല്ല ശീലം വളർത്തുന്നതിനേക്കാൾ പ്രയാസകരമാണ് ഒരു ദുശീലം ഒഴിവാക്കാൻ. കേട്ടോ, ഒരു നല്ല ശീലം വളർത്തുന്നതിനേക്കാൾ പ്രയാസമാണ് ഉള്ള ഒരു ദുശീലം എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി. രാജാവും ഭടന്മാരും കൂടി സാറ്റ് കളിക്കുകയാണ്. രാജാവ് എണ്ണുമ്പോൾ ഭടന്മാർ ഒളിച്ചിരിക്കും. എണ്ണിക്കഴിയുമ്പോൾ രാജാവ് ഓരോരുത്തരെയായി അന്വേഷിച്ച് കണ്ടെത്തണം. രാജാവ് പക്ഷെ ബുദ്ധിമാനാണ്. എണ്ണിക്കഴിഞ്ഞുടനെ രാജാവ് ശബ്ദമുയർത്തു, ആരുവിടെ? ഒളിച്ചിരുന്ന ഭടന്മാരെല്ലാം ചാടിയെണീറ്റ് ഉറക്കെ പറയും, അടിയൻ, അടിയൻ. അതേന്നെ, ഒരു ശീലവും ഒരു രാത്രി കൊണ്ട് മാറത്തില്ല. സമയവും ശ്രമവും ശ്രദ്ധയും ഏറെ വേണം. നല്ല ശീലം വളർത്തിയെടുക്കുന്നതിനേക്കാൾ എത്ര പ്രയാസമാണ് ഉണ്ടായിരുന്ന കൊണ്ടു നടക്കുന്ന ഒരു ദുശീലം ഒഴിവാക്കാനായിട്ട്. പല ശീലങ്ങളും ആരംഭിക്കുന്നത് സ്വയം അറിവോ സമ്മതമോ ഇല്ലാതെയാണ്. ഇതൊക്കെ ഉള്ളില് വേരുറച്ചതിന് ശേഷമാണ് പല പ്രകൃതങ്ങളും ആഴങ്ങളെ സ്പർശിച്ചെന്നും പിഴുതെറിയാനൊട്ടും എളുപ്പമല്ലെന്നും നമ്മളും തിരിച്ചറിയുന്നത്. ക്ഷണക്കത്തില്ലാതെ കയറി വരുന്ന എല്ലാ അതിഥികളെയും പെട്ടെന്ന് നിഷേധിക്കാനായെന്ന് വരില്ല. പക്ഷേ നമ്മൾ ക്ഷണിച്ചതല്ല, നമുക്കവർ ആവശ്യമില്ല എന്ന് തിരിച്ചറിഞ്ഞ അവരെ സ്ഥിരതാമസക്കാര് ആക്കാതിരിപ്പാനെങ്കിൽ നമ്മൾക്ക് ശ്രദ്ധ വേണ്ടേ? അവനവന്റെ ജീവിതത്തിലെ ശീലങ്ങളെയും ദുശീലങ്ങളെയും ഒക്കെ ഒന്ന് തിരിച്ചറിയാനും തരംതിരിക്കാനുമുള്ള ഒരു വിവേകമാണ് നമുക്കിനി ആവശ്യം. അതെ, ശീലങ്ങളെയും ദുശീലങ്ങളെയും ഒന്ന് കണ്ടെത്താനും തരംതിരിക്കാനുമുള്ള ഒരു വിവേകത്തിനു വേണ്ടി ക്രിസ്തുയേശുവിന്റെ സന്നിധിയിൽ നമുക്കും പ്രാർത്ഥിക്കാം. ആമേൻ.